I love to read about the world, imagination and fantasy. Rainbows, lights in the skies, clouds made up of yummy ice cream. I love books. I love to read. I love to read. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്നത്തെ ഈ യോഗത്തിന്റെ വിശിഷ്ടാതിഥികൾ ലിജോ മാത്യുവും സവിത ലിജോയും. അന്ന് സ്കൂൾ ലീഡറായിരിക്കുമ്പോൾ ഞാൻ പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ എൻ്റെ അമ്മ എനിക്ക് എഴുതുന്ന പ്രസംഗം ഞാൻ അവിടെ പറഞ്ഞത്. അന്ന് അമ്മ എഴുതുന്നത് ഇന്നത്തെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി സബിത ലിജോയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമുക്ക് വേണ്ടി ഈ 50-ാം വാർഷിക ദിനത്തിന് ലിജോ മാത്യു എഴുതിയ വരികൾക്ക് ഈണം നൽകി ഇവിടെ ഗായികയായി നമ്മുടെ മുന്നിൽ പാട്ടവതരിപ്പിക്കുന്ന സബിതയെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഞാൻ വായനയിലൂടെയും ഡിജിറ്റൽ വായനയിലൂടെയും വായിച്ചു വളർന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ സ്കൂളിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം. പ്രാചീന കവിത്രത്തിൽ ഉൾപ്പെട്ട ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിലെ ഏതാനും വരികളാണ് നിങ്ങളിവിടെ ആലപിക്കുന്നത്. പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിന് വിശിഷ്ടാതിഥികളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രൂപങ്ങൾ ഗണിതശാസ്ത്രത്തിൽ ജ്യാമിതീയ രൂപങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആശാരിക്കാട് ഗവൺമെന്റ് യുപി സ്കൂളിലെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Good habits are repetitive behaviors. We are not rigid. We are the students of English club. ഉദ്ഘാടന പ്രവർത്തനമായി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വിവിധ വൻകരകളെയാണ്. ലോക ഭൂപടത്തിൽ ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ആദ്യമായി നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച വായനയെയും എഴുത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങി വെച്ച ഒരു പ്രവർത്തനമായിരുന്നു വെഡിങ് റൈറ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാ ക്ലബുകളിലും കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദ്യമായി അതിലേക്ക് പോവുകയാണ്. വീണ്ടും ഈ വർഷം അത് കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളെ ആദ്യമായി അതിലേക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് തെരേസ ആരംഭിക്കുന്നു. മരവിന്റെ സമ്മാനം എന്ന പുസ്തകമാണ്. സഹന ആർ എന്ന വിദ്യാർത്ഥിയുടെ ഒരു ചെറിയ കഥയാണ് മനുവിന്റെ സമ്മാനം. മാതാപിതാക്കളെ എത്തിച്ചേർന്നിരുന്ന ഉദ്ഘാടനം നടത്തിയ ലിജോ മാറ്റോ, അതുപോലെ തന്നെ നമ്മുടെ അഭിനയ സാഹിത്യവേദിയുടെ ഉദ്ഘാടനം ചെയ്ത സബിത ലിജോ എന്നിവർക്ക് ഇതിനെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ